10ഓളം വീടുകളിൽ 2 വർഷത്തിലധികമായി ജലജീവൻ മിഷൻ പദ്ധതിൻ്റെ ഈ പൈപ്പ് സ്ഥാപിച്ചിട്ട് ദൈവം സഹായിച്ചിട്ട് ഇന്ന് വരെ ഒരു തുള്ളി വെള്ളം അതിനകത്ത് വന്നിട്ടില്ല. എന്നാൽ 2 മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് ബില്ല് വരും. കണക്ഷൻ ഇവിടെ ഉണ്ട് എന്നല്ലാതെ നമുക്ക് വെള്ളം കിട്ടുന്നില്ല. എന്തെങ്കിലും ഒന്ന് ഊരി കൊണ്ടുപോയിക്കാണെങ്കിൽ അത് സമാധാനമായി നമുക്ക്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ശരിയോ തെറ്റോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് അന്വേഷിക്കൂലേ, അതുവരെ ഉണ്ടായിട്ടില്ല. ഒരു തുള്ളി വെള്ളമില്ല, ഞങ്ങൾക്ക് കഷ്ടപ്പെടുക വെള്ളത്തിന്. ബില്ലടയ്ക്കുന്നതിന് ഞങ്ങൾക്ക് പ്രയാസമില്ല, പക്ഷെ കിട്ടാത്ത വെള്ളത്തിന് എങ്ങനെ ഞങ്ങൾ വെള്ളമടിക്കുക, ബില്ലടിക്കുക, അതാണ് ഞങ്ങൾ സങ്കടം. നമസ്കാരം. ഈ വേനൽക്കാലത്ത് ഒരല്പം വെള്ളം കിട്ടാതിരുന്നാലുള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അതേസമയം ഈ കടുത്ത വേനലിലും തങ്ങൾ ഉപയോഗിക്കാത്ത വെള്ളത്തിന് ബില്ല് അടയ്ക്കേണ്ടി വരുന്നതിൻ്റെ ഒരു നിസ്സഹായതയിലാണ് കോഴിക്കോട് കുന്നമംഗലം 10-ാം മൈൽ സ്വദേശികളായിട്ടുള്ള ഒരു പറ്റം കുടുംബങ്ങൾ. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 2 വർഷം മുൻപാണ് ഈ പ്രദേശത്തുള്ള, ഞാനിപ്പോൾ നിൽക്കുന്നത് 10-ാം മൈൽ പ്രദേശത്താണ്, ഈ പ്രദേശത്തുള്ള ഏതാണ്ട് 10-ലധികം കുടുംബങ്ങൾക്ക് പൈപ്പ് കണക്ഷൻ സ്ഥാപിക്കുന്നത്. എന്നാൽ നാളിതുവരെയായിട്ടും ഒരു തുള്ളി വെള്ളം പോലും തങ്ങൾക്ക് ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൈപ്പ് കണക്ഷൻ മുഖാന്തരം ലഭിച്ചിട്ടില്ല. എന്നാൽ 2 മാസം കൂടുമ്പോൾ കൃത്യമായി ബില്ല് തങ്ങളെ തേടി എത്തുന്നുണ്ട് എന്നുള്ളൊരു വലിയ പരാതിയാണ് ഈ പ്രദേശത്തുള്ള വീട്ടുകാർ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇവിടെ നമ്മൾ ഈ പ്രദേശത്ത് 10ഓളം വീടുകളിൽ 2 വർഷത്തിലധികമായി ജലജീവൻ മിഷൻ പദ്ധതിൻ്റെ ഈ പൈപ്പ് സ്ഥാപിച്ചിട്ട് ദൈവം സഹായിച്ചിട്ട് ഇന്ന് വരെ ഒരു തുള്ളി വെള്ളം അതിനകത്ത് വന്നിട്ടില്ല. എന്നാൽ 2 മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് ബില്ല് വരുന്നുണ്ട്. അപ്പോൾ ഈ ബില്ലുമായിട്ട് വരുന്ന ആ ഒരു ചേച്ചിയാണ് വരിക. ആ ചേച്ചിയോട് നമ്മൾ പറയും, നിങ്ങൾ ഇതാ കണ്ടോ, ഞങ്ങൾക്ക് വെള്ളം വരുന്നില്ല, എങ്ങനെയാണ് ഞങ്ങൾ ബില്ല് തരേണ്ടതെന്ന് ചോദിക്കും. അവർ പറയും, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിങ്ങൾ മുകളിൽ പറഞ്ഞതാണ് പറയുന്നത്. ഞങ്ങൾ ഇവിടെ മലയാപ്പറമ്പ് വാട്ടർ അതോറിറ്റി പോയിട്ട് ഞങ്ങൾ സങ്കട അവസ്ഥ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്ത് ചെയ്യണമെങ്കിലും ഇപ്പം നിലവിൽ പെൻഡിങ് ഉള്ള ബില്ല് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്യണേ കട്ട് ചെയ്ത് തരാം, എന്താ വേണ്ടച്ചാൽ ചെയ്യാം എന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആവശ്യം ഇത് കട്ട് ചെയ്യലല്ല, ഞങ്ങൾക്ക് വെള്ളം വേണ്ടേ. ബില്ലടയ്ക്കുന്നതിന് ഞങ്ങൾക്ക് പ്രയാസമില്ല, പക്ഷെ കിട്ടാത്ത വെള്ളത്തിന് എങ്ങനെ ഞങ്ങൾ വെള്ളമടിക്കുക, ബില്ലടിക്കുക, അതാണ് ഞങ്ങൾ സങ്കടം. 2 വർഷമായിട്ട് അപ്പം ഇത് അധികാരികളുടെ അടുത്ത് വന്നിട്ട് അവർ ഇവിടെ വന്ന് പരിശോധിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ നിരന്തരം ഇവരായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ശരിയോ തെറ്റോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് അന്വേഷിക്കൂലേ, അതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അവസാനം ഇപ്പം ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിലെ അഭയം തേടി അവിടെ ഞാൻ പരാതി കൊടുത്തു. എന്ത് നീതി ലഭിക്കുന്നുള്ള പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും മനുഷ്യാവകാശ കമ്മീഷനിൽ എന്തെങ്കിലും ഒരു നീതി ലഭിക്കുന്ന പ്രതീക്ഷയുണ്ട്. 2 കൊല്ലമായി, 2 കൊല്ലത്തിന് ശേഷം വെള്ളം കിട്ടുന്നില്ല. ഇത് ഇവിടെ ഉണ്ട്, കണക്ഷൻ ഇവിടെ ഉണ്ട് എന്നല്ലാതെ നമുക്ക് വെള്ളം കിട്ടുന്നില്ല. എന്തെങ്കിലും ഒന്ന് ഊരി കൊണ്ടുപോയിക്കാണെങ്കിൽ അത് സമാധാനമായി നമുക്ക്. ഇത് വെറുതെ വെള്ളം ഇല്ലാണ്ട് ഇത് ഇങ്ങനെ ഇട്ടിച്ചിട്ട് കാര്യമല്ല. ബില്ല് ഇങ്ങനെ വരിക, മാസത്തില് ബില്ല് ഇങ്ങനെ വരിക, എല്ലാ മാസവും ബില്ല് വരിക. അപ്പൊ ഞമ്മക്ക് കിട്ടാത്ത വെള്ളത്തിന് എങ്ങനെ നമ്മൾ ബില്ലടിക്കുക? ഒരു ദിവസം വെള്ളം കിട്ടിയിട്ടല്ലേ നമ്മൾ ബില്ലടിക്കുക. അപ്പൊ നിങ്ങളപ്പോ ഇപ്പൊ ആശ്രയിക്കുന്നത് എന്താ, ഇവിടെ കിണറുണ്ടോ? ഞമ്മക്കൊരു കിണർ കിട്ടിയിരിക്കുന്നു. അത് ഞമ്മക്ക് ഒറ്റക്കല്ല, ഞങ്ങള് ഒരു 5-8 വീട്ടുകാർക്കുള്ള കിണറാണ്. അത് നമ്മള് വെള്ളം ഇപ്പം നല്ല വേനലല്ലേ, അപ്പം ചിലപ്പം കിട്ടിയെന്ന് വരും, ചിലപ്പോ ഇല്ലാന്ന് വരും. വേറെ വെള്ളത്തിന് വേറെ യാതൊരു മാർഗവും ഇല്ല. അതിപ്പോ ഇന്നലെ രാത്രി പാതിരിക്ക് കറണ്ട് വെക്കണ്, ഒരു തുള്ളി വെള്ളമില്ല, ഞങ്ങൾക്ക് കഷ്ടപ്പെടുക വെള്ളത്തിന്. രാത്രി കറണ്ട് പോയി, പോസ്റ്റ് ഇടാൻ മുറിഞ്ഞിട്ട്. അല്ല ഇപ്പം ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല, അത് കുടിവെള്ളം കിട്ടാണ് ഞങ്ങളിപ്പോ എന്താ ചെയ്യുന്നത്, എന്താണോ വേണ്ടുന്ന നടപടികളൊക്കെ ചെയ്ത് തരിക. അല്ലാണ്ട് നമുക്കൊന്നും പറയാനില്ല. 2 വർഷമായി. ഇപ്പൊ ഇതാ വെക്കേഷനാണ്, മക്കളൊക്കെ ഉണ്ട്, വെള്ളം ഇല്ലാണ്ടൊക്കെ ബുദ്ധിമുട്ടാകുകയാണ്. ഭയങ്കര ചൂട്. പുഴയിലേക്കും പോയിക്കൂടെ പോ, കാരണം വെള്ളം എന്തോ ഒരു വെള്ളാണല്ലോ. മറ്റേ ഞങ്ങൾ ആദ്യമൊക്കെ പോയ പോലെ, ഇനി ഇപ്പം പോകാൻ പറ്റുന്നില്ല. യാതൊരു നിവൃത്തിയില്ല വെള്ളത്തിന്. ഇപ്പൊ 2 കൊല്ലം പോലെ ഞങ്ങൾ വെള്ളം കിട്ടിയിട്ട് 2 കൊല്ലത്തിനടുത്ത് എന്താ സർക്കാർ എന്താ പറയുന്നത്? ആൾക്കാർ ചോദിച്ചിട്ട് അറിയണ വെള്ളം വരും വെള്ളം വരുന്ന പറഞ്ഞാൽ വെള്ളം വരുന്നില്ല. ഇല്ല, വെള്ളം വരുന്നില്ല. ഓഫീസിൽ പോയി ഞാനൊക്കെ പറഞ്ഞു, എന്നിട്ടൊന്നും വന്നില്ല. ഞങ്ങൾക്ക് വെള്ളത്തിന് എന്ത് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ 5-6 ആള് കൂടി താഴത്തെ ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്, അതിൽ നിന്നാ വെള്ളം എടുക്കണം. ബുദ്ധിമുട്ടായിട്ട് എന്ത് ചെയ്യും മോനെ, നമ്മ വെള്ളം വേണ്ടേ, നമുക്ക് എന്തെല്ലാത്തിനും വെള്ളം വേണോ, കുളിക്കണം. ഇന്നിപ്പോ കറണ്ട് ഇല്ല, ഞങ്ങൾ കുളിച്ചിട്ടുമില്ല.
കുളിക്കഞ്ഞ് പറഞ്ഞ 3:05 ഓരോ കറണ്ട് വരിക. എന്തോ മരമ്പ് വീണാണോ ഓരോ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ബുദ്ധിമുട്ട് തന്നെ. ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. അവിടെയാണ് ഇവിടെ ഈ കുന്നമംഗലത്ത് 10 മൈൽ പ്രദേശത്ത് ഒരു കുന്നിന്റെ പുറത്ത് ഏതാണ്ട് 10ഓളം കുടുംബങ്ങൾ കുടിവെള്ളം ലഭിക്കുന്നില്ല, എന്നാൽ ലഭിക്കാത്ത വെള്ളത്തിന്റെ ബില്ല് മാസാമാസം തങ്ങളെ തേടി വരുന്നുണ്ട് എന്നൊരു വലിയ ബുദ്ധിമുട്ട് നമ്മളെ അറിയിച്ചത്. ഈ വിഷയം വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ അവർ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ബില്ല് അടയ്ക്കൂ, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഈ കണക്ഷൻ കട്ട് ചെയ്യാന്നുള്ളതാണ്. നാട്ടുകാരുടെ ആവശ്യം കണക്ഷൻ കട്ട് ചെയ്യുക എന്നുള്ളതല്ല, ഏതെങ്കിലും മുഖാന്തരം തങ്ങൾക്ക് വെള്ളം ലഭിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വെള്ളം ലഭിക്കുകയാണെങ്കിൽ ബില്ല് അടയ്ക്കാൻ ഇവർ തയ്യാറാണ്. പക്ഷെ ഇവരെ അലട്ടുന്ന പ്രശ്നം തങ്ങളിങ്ങനെ ഉപയോഗിക്കാത്ത വെള്ളത്തിന് തങ്ങൾ എങ്ങനെയാണ് ബില്ല് അടയ്ക്കുക എന്നൊരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. എന്തെങ്കിലും ഇവരുടെ ഈ ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു മനുഷ്യാവകാശ പ്രശ്നത്തിന് ഏറ്റവും അടിയന്തരമായി പരിഹാരം കാണേണ്ടതുണ്ട്. കാരണം ഈ കൊടിയ ചൂടാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമുള്ള ചൂടാണ്. ഇനി വരും മാസങ്ങളിൽ ഇത് വർദ്ധിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോഴാണ് ഇപ്രകാരം 10ലധികം കുടുംബങ്ങൾ ഇങ്ങനെ കുടിവെള്ളം പോലും ഇല്ലാതെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അവർക്ക് 10 കുടുംബങ്ങൾക്കായിട്ട് ഒരു കിണറുള്ളത് ഒത്തിരി താഴെയാണ്. അവിടെ നിന്ന് വെള്ളം ഈ കുന്നിന്റെ മുകളിലേക്ക് എടുത്തു കൊണ്ടുവരിക എന്ന് പറയുന്നതൊക്കെ ദുസ്സഹമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ മറ്റ് നിവൃത്തികളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ അത്രയും ബുദ്ധിമുട്ടി വെള്ളം എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഈ ബുദ്ധിമുട്ടിന് പരിഹാരം കാണേണ്ടതുണ്ട്. കോഴിക്കോട് കുന്നമംഗലത്ത് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.